അവ്യഭിചാരി. അവയിൽ പ്രധാനം ഭക്തിയാണ്. മൈ ക അനന്യയോഗേന, യാതൊരു വ്യക്തിചലനവുമില്ലാതെ അനന്യയോഗേന ഭക്തിയോഗം, അതാണ് പ്രധാന കാര്യം. അപ്പൊ നമ്മളിവിടെ പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അറിവിന്റെ മറ്റു ഗുണങ്ങൾ താനേ വികസിക്കും. യസ്യാസ്തി ഭക്തി ഭവതി ഭഗവതി അകിഞ്ചന സർവൈർ ഗുണൈസ്തത്ര സമാസൈസുര. നാം ഭഗവാന്റെ ശുദ്ധഭക്തനാകുമ്പോൾ ദേവന്മാരുടെ എല്ലാ നല്ല ഗുണങ്ങളും, സുരന്മാർ മനുഷ്യരിൽ രണ്ട് വിഭാഗങ്ങളാണ്, സുരനും അസുരൻ. സുര എന്നാൽ ദേവൻ അല്ലെങ്കിൽ ഭക്തൻ, അസുരൻ എന്നാൽ തീയില്ലാത്തവൻ, രാക്ഷസൻ. അതിനാൽ സുരങ്ങളിൽ നല്ല ഗുണങ്ങൾ കാണും, അല്ലെ? എന്തൊക്കെയാണ്? അഹിംസ, അമാനിത്വം, അദാംബിത്വം. അഹിംസ അല്ലെ, ശാന്തിർ, ആർജവം. ഭക്തരെല്ലാം യോഗ്യരാണെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ. പ്രഹ്ലാദ മഹാരാജിനെ പോലെ. പ്രഹ്ലാദ് 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അവന്റെ പിതാവ് അവനെ എപ്പോഴും ശാസിച്ചുകൊണ്ടിരുന്നു. കാരണം അവന്റെ ഒരേ ഒരു തെറ്റ്, അവൻ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതായി. അതിനാൽ ലോകം ഭൂതങ്ങളാൽ നിറഞ്ഞതാണ്. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന നമ്മുടെ തെറ്റിന് നാം ധാരാളം ശത്രുക്കൾ ഉണ്ടാകും, പിതാവ് പോലും. ഇതാണ് നിലപാട്, അല്ലെ? ഹരേ കൃഷ്ണ മന്ത്രം ചെയ്യുന്നത് തെറ്റാണോ? അല്ല. പക്ഷെ ചിലർക്ക് അത് തെറ്റായിട്ട്, അല്ലെ? സുരനും അസുരനും. കാരണം കൂടുതൽ അസുരന്മാർ, അവർ ഒരിക്കലും സഹിക്കില്ല. ഭഗവാനെ മഹത്വപ്പെടുത്തുന്നത് അവർക്ക് സഹിക്കാനാവില്ല, അല്ലെ? ഓരോരുത്തര് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് ഭഗവാൻ ഇല്ലാന്ന് സ്ഥാപിക്കാനാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തില് അങ്ങനെ കുറേ ആൾക്കാർ ജീവിതം തന്നെ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇതെങ്ങനെ സാധിക്കും? ഭഗവാൻ ഇല്ല എന്ന് എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ള ഇതാണ്, ദൃഢവ്രതത്തിലാണ് അവർ, അല്ലെ? മര്യാദയ്ക്കുള്ള അവർക്ക് നന്മയല്ലേ വരുള്ളൂ. പക്ഷെ അത് അവരുടെ അഹങ്കാരം, അല്ലെ, അഹംഭാവം, അവരുടെ ഈഗോ കൊണ്ട് അവരെന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെയൊന്നുമില്ല, ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? അഹം എന്ന ഭാവത്തില് അവര് ഇതെല്ലാം ചെയ്തു കൂട്ടുകയാണ് ചെയ്തത്. അവർക്ക്, അസുരന്മാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല, ഭഗവാനെ മഹത്വപ്പെടുത്തുന്നത്, അല്ലെ? അവർക്ക് സഹിക്കാനാവില്ല, അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. സുര എന്നാൽ വിഷ്ണു ഭക്തു, അവേ ദൈവ എന്നാണ് അർത്ഥം. സുര എന്നാൽ ദേവത അല്ലെങ്കിൽ ദേവതകൾ. സുരൻ എന്നാൽ, അല്ലെ, ആ സുരസ്ഥ വിപര്യായ, ഭക്തന്റെ നേരെ വിപരീതം. ആ സുരൻ എന്നാൽ വിഷ്ണു ഭക്തന്റെ വിപരീതമാണ്. അവർ അസുരന്മാരാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിനാൽ നാം കൃഷ്ണാബോധം വളർത്തിയെടുക്കുകയാണെങ്കിൽ, നാം കൃഷ്ണനോടുള്ള സ്നേഹം വളർത്തിയെടുക്കുകയാണെങ്കിൽ, സുരന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ ഗുണങ്ങൾ സ്വയം വികസിക്കും, അല്ലെ? അപ്പൊ നമ്മള് ഭഗവാന്റെ നാമം പറയുകയും, അല്ലെ, മര്യാദയ്ക്ക് ഭഗവാന്റെ സേവയൊക്കെ ചെയ്ത് നടക്കുകയാണെങ്കിൽ മറ്റൊരു ചിന്തയില്ലാതെ അനന്യചിന്ത എന്തോമാ, അല്ലെ? നമുക്ക് എന്ത് വരും? നമുക്ക് ദേവന്റെ ഗുണങ്ങൾ വരും, ദൈവിക ഗുണങ്ങൾ വരും എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അതല്ലേ നല്ലത്? ദൈവിക ഗുണങ്ങൾ വരുന്നതല്ലേ നല്ലത്? സുരന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ ഗുണങ്ങൾ സ്വയം വികസിക്കും. നല്ല ഗുണങ്ങളിൽ യോഗ്യത നേടുന്നതിന് നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെ? യസ്യാസ്തി ഭക്തിർ ഭവതി അകിഞ്ചന സർവൈർ ഗുണൈസ്തത്ര സമാസ്തേ സുര. ഹരവ അഭക്തസ്യ കുതോ മഹത് ഗുണ, ശ്രീമദ് ഭാഗവതം പറയുന്നത്. എന്നാൽ ഒരാൾ ഭക്തനല്ലെങ്കിൽ അയാൾക്ക് ഒരു നല്ല ഗുണവും ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ട്? കാരണം അവൻ മാനസിക എന്താണ് വിഭ്രാന്തിയിലാണ്. ഭക്തൻ എന്നാൽ ആത്മീയ വേദിയിൽ പ്രവർത്തിക്കുന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലാത്തവർ ശാരീരിക വേദിയിലോ മാനസിക വേദിയിലോ പ്രവർത്തിക്കുന്നവർ. ഇവ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമാണ്, ഭൗതികമാണ്, അല്ലെ? ശാരീരിക വേദി. അവരെ കർമ്മികൾ എന്ന് വിളിക്കുന്നു. അവർ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്വന്തം കാര്യം ചിന്താബാദ്. പക്ഷേ എന്താണ് ലക്ഷ്യം? അവരുടെ സ്വകാര്യ ലാഭം മാത്രം, അല്ലെ? അതിനെയാണ് കർമ്മി എന്ന് നമ്മൾ പറയും, അല്ലെ? ഒന്നുകിൽ ഈ ജന്മത്തിൽ സ്വർഗീയ ഗ്രഹത്തിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി യജ്ഞം ചെയ്യുന്നവർ പോലും അതും കർമ്മകാണ്ഡിയാണ്. അവരും കർമ്മികളാണ്. ഈ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ആർക്കും സന്തോഷവാനാകാൻ കഴിയില്ല, അത് മിഥ്യയാണ്. എന്നാൽ ഇന്ദ്രിയ സംതൃപ്തിയാൽ നാം സന്തുഷ്ടരാണെന്ന് കരുതുന്നു. അതാണ് കർമ്മജീവിതം ശാരീരിക വേദിയിൽ. നമ്മൾ ഇതിന് ഒരു കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇവിടെ എന്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താണ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇവിടെ സുഖം, ആനന്ദമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? ദുഃഖാലയം അശാശ്വതം. ആ ദുഃഖാലയം അശാശ്വതത്തിൽ വന്നിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലായിട്ടും പിന്നെയും നമ്മൾ അതിനിടയിൽ എന്തെങ്കിലും അവിടെ എങ്ങനെ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെ, എന്താണ് നമ്മൾ ഇവിടെ വീണ്ടും പരിധി നടക്കുവാണ്. എന്തിന്? സുഖത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി.
അതിവിടെ കിട്ടുമോ? ഇല്ല. നമ്മള് പണ്ടൊരു ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ബ്രാഹ്മണൻ ഒരു രത്നം ആ, 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 എടുക്കാൻ ശ്രമിക്കുന്നത് എവിടെ? ഒരു അഴുക്ക് ചാലിൽ നിന്നും. നമ്മളത് കണ്ടതാണ് അല്ലേ? വളരെ നല്ലൊരു ബ്രാഹ്മണൻ, പൂജയ്ക്ക് പോകുന്ന ഒരു ബ്രാഹ്മണൻ, ഒരു പൂജാരി, അദ്ദേഹം ശുദ്ധമാവാതെ ഇങ്ങനെ നടക്കുകയും അല്ലേ, ആ രത്നം കാണുകയും ആ രത്നം എടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം ആ അഴുക്ക് ചാലിൽ കംപ്ലീറ്റ് ഇറങ്ങി തപ്പുകയും എന്നിട്ടും കിട്ടിയില്ല. അവസാനം ഒരു സന്യാസി വന്ന് പറഞ്ഞു, നീ അവിടെ തപ്പുന്നത് നിനക്ക് അവിടെ കിട്ടത്തില്ല. അതെന്താണ് കാര്യം? അത് ദേ മുകളിൽ മരത്തിന്റെ മണ്ടയിൽ ഇരിക്കണം അല്ലെ? മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനം, അത് ഈ എന്താണ്, ചന്ദ്രന്റെ ആ കിരണങ്ങൾ അടിച്ചിട്ട് അതിന്റെ പ്രതിഫലനമാണ് നീ ആ വെള്ളത്തിൽ കണ്ടത്. അല്ലാതെ വെള്ളത്തിൽ കണ്ടത് യഥാർത്ഥമായിട്ടുള്ള എന്താണ്, രത്നമല്ല. പിന്നെയോ, ആ രത്നം എവിടെയുണ്ട്? ആ ആനന്ദം എന്ന് പറയുന്ന ആ സന്തോഷം എവിടെയുണ്ട്? മുകളിലാണുള്ളത്. അതായത് ആത്മീയ ലോകത്തിനാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും നമ്മൾ ഇവിടെ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ആനന്ദം അല്ലെ? ഇവിടെ ആനന്ദം കിട്ടുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ ചെന്ന് അവിടെ എന്താണുള്ളത്? ആനന്ദം, പരമാനന്ദമാണ് അല്ലെ? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം വേണം നമ്മൾ ഇപ്പൊ ചെയ്യാനായി. അല്ലാതെ ഇവിടെ കിടന്ന് ആനന്ദം തപ്പിയിട്ട് ഒരു കഥയുമില്ല, കിട്ടത്തില്ല നമുക്ക് അല്ലെ? ആർക്കും സന്തോഷമാകാൻ കഴിയില്ല, അത് മിഥ്യയാണ്. എന്നാൽ ഇന്ദ്രിയ സംതൃപ്തിയാൽ നാം സന്തുഷ്ടരാണെന്ന് കരുതുന്നു. അതാണ് കർമ്മജീവിതം, ശാരീരിക വേദി അല്ലെ? നമ്മള് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ, ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് സുഖങ്ങൾ കിട്ടിയെന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ? അതൊക്കെ താൽക്കാലികം. അതിനാൽ ശാരീരിക വേദിയും മാനസിക വേദിയും രണ്ടും ഭൗതികമാണ്. കാരണം ശരീരവും ദ്രവ്യമാണ്, മനസ്സും ദ്രവ്യമാണ്. അത് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഭൂമി റഭു നലോ വായു ഖം മനോ ബുദ്ധിർ ഏവച പരേയം പ്രകൃതിർമേ ഭിന്ന അഷ്ട. ഏഴാമത്തെ അധ്യായത്തിൽ ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. എന്തൊക്കെയാണ്? ഭൂമി റഭോ നലോ വായു, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ് അവിടെയുണ്ട്. സൂക്ഷ്മമായ ശരീരം, മനസ്സ്, ബുദ്ധി, അഹംഭാവം. അതിനാൽ രണ്ട് പ്ലാറ്റ്ഫോമും മെറ്റീരിയൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഭൗതികമാണ്. അതുകൊണ്ട് പറയുന്നു, ഭരവ് ഭക്തസ്യ, ഭഗവാന്റെ ഭക്തരായവർ, അവർ മാനസികമായോ സ്ഥൂലമായോ ഉള്ള വേദിയിലല്ല പ്രവർത്തിക്കുന്നത്, അവർ ആത്മീയ വേദിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹരവ് ഭക്തസ്യ അല്ലെ, ഭക്തന്മാർ എവിടെയാണ്? ആത്മീയ വേദിയിലാണ് പ്രവർത്തിക്കുന്നത്. അവരെപ്പോഴും ആത്മീയ വേദിയിൽ നിലനിൽക്കുന്നവരാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാം അല്ലെ ആത്മീയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല ഗുണങ്ങൾ സ്വയമേവ കൈവരിക്കാനാകും. എക്സാമ്പിൾ, നമ്മളിപ്പോ വണ്ടി ഓടിച്ചു പോകണം അല്ലെ, കാർ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടായിരിക്കും പോവുക, തീർച്ചയായിട്ടും അല്ലെ? നമ്മള് എന്താണ്, കാറിലുള്ള റേഡിയോ കേട്ടുകൊണ്ടിരിക്കില്ല, കാറിലുള്ള റെക്കോർഡ്സ് ഒന്നും കേട്ടുകൊണ്ടിരിക്കില്ല. പിന്നെയോ, നമ്മൾ ഒന്നുകിൽ കീർത്തനം എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ സദാ ഹരിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരുത്തൻ വന്നിട്ട് നമ്മള് ക്രോസ് ചെയ്ത് വന്നിട്ട് നമ്മൾ ചീത്ത പറഞ്ഞാലും നമുക്കൊന്നും തോന്നൂല അല്ലെ? നമ്മൾ ഹരേ കൃഷ്ണ പറയത്തേ ഉള്ളൂ. കാരണം നമുക്ക് തിരിച്ച് ചീത്ത പറയാൻ തോന്നില്ല. കാര്യം എന്താണ്? നമ്മൾ ആ പ്ലാറ്റ്ഫോമിലാണ്, നമ്മൾ ഭഗവാനുമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കീർത്തനൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമാണ്. അത് കേട്ടുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാന്തമാണ്. ആരെങ്കിലും നമ്മളെ എന്താണ് കുത്തി നോവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് നോവത്തില്ല, നമ്മളത് മൈൻഡ് ചെയ്യില്ല. അതെന്തോ ഒരു ചെറിയൊരു കീടം പോലെ അങ്ങ് തോന്നും അല്ലെ? നെവർ മൈൻഡാണ്. നമ്മൾ ചിലപ്പോ ഹരേ കൃഷ്ണ പറയും അല്ലെ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു ആത്മീയ വേദിയിൽ തന്നെ നിൽക്കണം, ആ മനസ്സോടുകൂടി നിൽക്കണം. എപ്പോഴും നമ്മൾ സദാഹരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ല അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്. അപ്പോ ആത്മീയ വേദിയിലുള്ളവർക്കൊക്കെ ദൈവിക ഗുണങ്ങൾ ഉണ്ടാകും അല്ലെ? അത് സ്വയം കൈവരിക്കും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയൊന്നും വേണ്ട, നമ്മൾ പ്രത്യേകിച്ച് ഒരു എൻഡോവർ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പോ നാം ആത്മീയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങൾ സ്വയമേവ കൈവരിക്കാനാകും. എന്നാൽ നാം ഭൗതികമായ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്ഥൂല ശരീരവും മനസ്സും ആർദ്രമാക്കും. അപ്പോൾ നല്ല ഗുണങ്ങൾ നേടാൻ കഴിയില്ല. അരാവ ഭക്തസ്യ കുതോ മഹത് ഗുണോ മനോരഥേ നാസതി ധാവതോ ധാവതോ ബഹി അല്ലെ? അതിനാൽ വിദ്യാസമ്പന്നൻ എന്ന് വിളിക്കപ്പെടുന്നവർ അവർ വിദ്യാസമ്പന്നരല്ലെന്ന് നാം കാണും. കാരണം ഭഗവത്ഗീതയിൽ വിദ്യാസമ്പന്നർ എന്ന് വിളിക്കപ്പെടുന്നവർ യഥാർത്ഥ അറിവ് ഇല്ലാത്തവരാണെന്ന് പറയും. മായയാ അപകൃത ജ്ഞാന അല്ലെ? അപ്പൊ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം എന്താണ്? മായയാ അപഹൃത ജ്ഞാനം, മായ അപഹരിച്ച ജ്ഞാനമാണ്, മായയിലുള്ള ജ്ഞാനമാണ് അല്ലെ? അപഹൃത ജ്ഞാനം. എന്തുകൊണ്ട്? ആസുരം ഭാവമാശ്രിതം. കാരണം ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല, നിരീശ്വരവാദിയാകിയ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ?
ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഒരുപാട് നിരീശ്വരവാദികളാണ്. ചില ആൾക്കാർ കുറെ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്, വളരെ വിരളമാണ്. പക്ഷെ ഇപ്പൊ ഒരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലും നിരീശ്വരവാദികളാണ്. കാര്യം എന്താണ്? അവർ അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് വളരുന്നത്. അവർക്ക് ഈ എന്താണ്, ആ, 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 നമ്മുടെ ധർമ്മങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സദാചാരങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളിലോ ഒന്നും ഒരു വിശ്വാസമില്ല. അല്ലെ, അവര് അസുരന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അല്ലെ, അവർ വളരുന്നത് അങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് മുഴുവൻ അങ്ങനെയാണ്. അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള സിറ്റുവേഷൻ അല്ല, എൻറ്റോർലി ഡിഫറെന്റ് ആണ്. നമ്മൾ അന്തിച്ചു പോകും, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു, ഈ എങ്ങനെ ഇങ്ങനെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ അവർക്കൊക്കെ പറയാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ അന്തിച്ചു പോകും. അല്ലെ, ആ നിലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുഞ്ഞുങ്ങളെ കൃഷ്ണാപൂരത്തിൽ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാല് അവര് ഈ മായാവൃത ജ്ഞാനത്തിലേക്ക് പോകത്തില്ല. അല്ലേ, പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണാബോധത്തിൽ വേണം വളർത്തിയെടുക്കാൻ. അത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അല്ലെ, നമുക്കത് എങ്ങനെ ആദ്യമൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കുക ചെയ്യണം, എങ്കിലേ അവർക്ക് അത് മനസ്സിലാവും. അല്ലെ, ഇപ്പോ മറ്റുള്ള ആ, 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 ജാതിക്കാരൊക്കെ ആണെങ്കിൽ അവര് അവരുടെ എന്താണ് മതം പഠിച്ചില്ല എങ്കിൽ അവർ ആഹാരം കൊടുക്കൂല, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കൂല. നിനക്ക് ചോറ് വേണോ, കാപ്പി വേണോ, ഇഡലി വേണോ, പോയി റെഡിയാക്കിയിട്ട് വരാം പറയും. പോയി അത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരും അല്ലെങ്കിൽ പഠിച്ചിട്ട് വരും എന്ന് പറയും. എന്ത് ആത്മീയത, അവരുടെ ആത്മീയം. നമ്മളാണെങ്കിലോ, മക്കൾ പോകണ്ട കേട്ടാ, ഇന്ന് പോകണ്ട കേട്ടോ, ഇന്ന് എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട്, അതുകൊണ്ട് പോകണ്ട. അല്ലേ, നമുക്ക് നാളെ അടുത്ത ആഴ്ച പോകാം എന്ന് പറയും. കാര്യം എന്താണ്? നമുക്ക് തന്നെ, നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. പിന്നെ എങ്ങനെ അവരും കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കും? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. നമുക്ക് ഈ വളരെ വലിയ ആൾക്കാർക്ക് തന്നെ, മുതിർന്നവർക്ക് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം? ഒരു 10% ആൾക്കാർക്ക് അറിയാം, ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. മറ്റുള്ളവരോ 90% വെളിയിലെ കിടക്കും. അല്ലേ, അവർക്കത് അറിയാൻ പറ്റുന്നില്ല. അവരത് പറഞ്ഞു കൊടുത്താലും അവർ മനസ്സിലാക്കത്തില്ല. കാര്യം എന്താണ്? അവര് എന്തോ ഒരു എന്തൊക്കെ എന്തൊക്കെയോ നേടി എന്നുള്ള നിലയിൽ അവരങ്ങനെ നടക്കുകയാണ്. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. അതുകൊണ്ട് ഏതൊരു അസുരനും മായാപഹൃത ജ്ഞാനം. അവർ അക്കാഡമിക് ജീവിതത്തിൽ നിന്ന്, അല്ലെ, അല്ലെങ്കിൽ അവർ MA എടുക്കും, MSc എടുക്കും, BSc എടുക്കും, അല്ലെ, PhD എടുക്കും. പക്ഷെ അത് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ യഥാർത്ഥ അറിവ് അപഹരിക്കപ്പെട്ടിരിക്കണം. അവരുടെ യഥാർത്ഥ അറിവ് അപഹരിക്കപ്പെട്ടു. അതുകൊണ്ട് അല്ലെ, അവർ നിരീശ്വരവാദിയാണ്. അവരെന്തുകൊണ്ട് നിരീശ്വരവാദിയായി? കാരണം അവർക്ക് യഥാർത്ഥ അറിവില്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥ അറിവ് ഈശ്വരനെ അറിയുക എന്നതാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, അല്ലെ, മായാപൂരിത ജ്ഞാനം. മായയിൽ മുങ്ങിപ്പോയ ജ്ഞാനമാണ്. MA ആണെങ്കിൽ PhD ആണെങ്കിൽ എന്താണെങ്കിൽ ഡബിൾ PhD ആണെങ്കിലും അവന് വിവരമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്താണ്? ഭഗവാനെ കുറിച്ചിട്ടുള്ള വിവരമില്ല. ഹിസ് എ ബിഗ് സീറോ. അതുകൊണ്ട് അവർ നിരീശ്വരവാദിയാണ്. യഥാർത്ഥ അറിവ് ഈശ്വരനെ അറിയുക എന്നത്. അതുകൊണ്ട് ജ്ഞാനം ജ്ഞേയം എന്താണെന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുക. കാരണം അവർ യഥാർത്ഥത്തിൽ ജ്ഞാനിയായാൽ ഉടൻ തന്നെ മുക്തി നേടും. അവർ എന്നാൽ അവർ മോചിതനായില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ അറിവ് അപൂർണമാണ്. അല്ലെ, ഭഗവാന്റെ സേവ ചെയ്തില്ല, ഭഗവാനെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ എന്തൊക്കെ പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല. അല്ലെ, അപ്പൊ ഇവിടെ ഭഗവാൻ ന്യായത്തെ കുറിച്ച് പറയാം. ഉം. കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, അനാദിമത് പരം ബ്രഹ്മ. ബ്രഹ്മം എന്നാൽ ബൃഹത്യ ബൃഹന്യാദി ഇത് ബ്രഹ്മ. ബ്രഹ്മത്തെക്കാൾ മഹത്തരമായ മറ്റൊന്നില്ല. അത് വിശദീകരിക്കുന്നു. എങ്ങനെ എങ്ങനെ ബ്രഹ്മം എന്താണ്? ബ്രഹ്മം എന്നാൽ സർവദാ പാണിപാദം തത്. ബ്രഹ്മത്തിന് എല്ലായിടത്തും കൈകളും കാലുകളും ഉണ്ട്. ഇത് നമ്മളിവിടെ കണ്ടു. നമുക്ക് കൈകളും കാലുകളും ഉള്ളതുപോലെ, അല്ലെ, അത് പരിമിതമാണ്. നമുക്ക് ഒരു കൈയും രണ്ട് കൈയും രണ്ട് കാലേ ഉള്ളൂ, പരിമിതമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് 5 അടി നീട്ടാൻ കഴിയാത്തത്? 3 അടി മാത്രം, അല്ലെ, അതും വളരെ പ്രയാസത്തോടെയാണ്. എന്നാൽ ബ്രഹ്മത്തിന്റെ കൈ സർവദാ എല്ലായിടത്തും, അല്ലെ, നീണ്ടുവരും, നീണ്ടുപോകും. എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് നീക്കാം. പിന്നെ അതിലിവിടെ എന്താ പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഒന്നുകിൽ ഒരു ചെറിയ പൂവ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഫലം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഇലയോ, അല്ലെ, ഇത് ആർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അദ്ദേഹം നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നും ചോദിച്ചിട്ടില്ല. ഭഗവാൻ അങ്ങനെ വളരെ, അല്ലെ, നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. പത്രം പുഷ്പം ഫലം തോയം. എന്ത് കൊടുക്കാൻ പറ്റാത്ത ഇവിടെ ആർക്കാണ്? ഈ ലോകത്ത് ആരുമില്ല അങ്ങനെ, അല്ലെ.
ഇത്ര ദരിദ്രനാണെങ്കിലും, ഏറ്റവും ദരിദ്രനാണെങ്കിലും അയാൾക്ക് ഒരു ചെറിയ പൂവും കുറച്ച് പഴവും കുറച്ച് വെള്ളവും ശേഖരിച്ച് കൃഷ്ണന് സമർപ്പിക്കാം, ഭഗവാൻ സമർപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഞാൻ വളരെ ദരിദ്രനാണ്, എനിക്കൊന്നുമില്ല. ഉം. ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. പുഷ്പം ഫലം തോയൻ യോമേ ഭക്തിയാ പ്രയച്ചത്, അല്ലെ? അപ്പൊ അവിടെ വേണ്ട എന്താണ്? ഭക്തിയാണ് വേണ്ടത്. കൃഷ്ണന് നമ്മുടെ വഴിപാടുകൾ സ്വീകരിക്കാനാണ് തന്റെ രൂപത്തിൽ ഇവിടെ അവതരിച്ചത്. ഭഗവാൻ നമ്മൾ കൊടുക്കുന്നത് എന്തും സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ അവതരിച്ചെന്നത്. അതിനാൽ നമ്മുടെ വഴിപാട് സ്വീകരിക്കാൻ ഭഗവാൻ ഇവിടെ വരുന്നു. പക്ഷെ അസുരന്മാർ അത് തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ അസുരം പാപം ആശ്രിത എന്ന് വിളിക്കുന്നു. രാവണൻ, അല്ലെ, ശ്രീരാമചന്ദ്രന്റെ ഭാര്യ സീതയെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി. ഇത് പൈശാചികം, അല്ലെ? പക്ഷെ രാവണൻ ആരാണ്? മഹാഭക്തനാണ്, ശിവഭക്തനാണ്. എന്നാൽ ഒരു അസുരൻ, ഒന്നാം തരം രാക്ഷസൻ. അതുകൊണ്ട് പറയുന്നു, ഹരം അഭക്തസ്യ കുതോ മഹത് ഗുണ. ശിവഭക്തനായിരുന്നുവെങ്കിലും വൈഷ്ണവനല്ലാത്തതിനാൽ നല്ല യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആരുടെ ഭക്തനായിരുന്നാലും ഭഗവാൻ കൃഷ്ണനെ അറിയില്ല എങ്കിൽ, വൈഷ്ണവ ആയില്ല എങ്കിൽ എന്തുപയോഗമാണ്? അതുകൊണ്ടാണ് ഹരാവും അഭക്തസ്യ കുതോ മഹത് ഗുണ മനോ രഥ രഥേനാസതി ധാവതോ ബഹി. മനോരഥേന, അല്ലെ? അതെന്ന് വെച്ചാൽ മാനസിക വേദിയിൽ. ഇപ്പൊ രാവണൻ എന്താ വിചാരിച്ചത്? ഞാൻ നാരായണന്റെ ലക്ഷ്മിയെ ആസ്വദിക്കും, അല്ലെ? എന്നാൽ അത് സാധ്യമാണോ? അല്ല. നമ്മൾ എല്ലാവരും രാവണന്മാരാണ്. എല്ലാവരും ലക്ഷ്മിജിയുടെ പിന്നാലെയാണ്. രാവണന്റെ തത്വശാസ്ത്രം ലോകം മുഴുവൻ ഭൗതിക സമ്പാദനത്തിന് പിന്നിലെയാണ്, അല്ലെ? പിന്നാലെയാണ്, അല്ലെ? എന്താണ് ലക്ഷ്മി? പൈസ, അല്ലെ? നമുക്ക് എല്ലാവർക്കും ലക്ഷ്മി വേണം, അല്ലെ? ചിലര് നാരായണനെ മാറ്റി വെച്ചിട്ട് ലക്ഷ്മിയെ മാത്രം പൂജിക്കും. എന്തിനാണ്? ലക്ഷ്മിയുടെ കയ്യിലല്ലേ പൈസ മുഴുവൻ ഇരിക്കുന്നത്. പക്ഷെ ലക്ഷ്മി അവിടെ ഇരിക്കോ? ഇല്ല. നാരായണൻ ഇല്ലാത്ത ലക്ഷ്മി ഇരിക്കോ? ഇല്ല. ഒരു മറിച്ച് രാമലക്ഷ്മി എന്ന് വിളിക്കണം. എല്ലാവരും പണത്തിന് പിന്നാലെയാണ്. എന്നാൽ നാരായണൻ ഉള്ളപ്പോൾ പണം ശരിയായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല. നാരായണൻ, ലക്ഷ്മി നാരായണൻ ഉള്ളപ്പോൾ, അല്ലെ, ലക്ഷ്മിക്ക് അവിടെ താമസിക്കാം. നാരായണനെ കൂടാതെ നമുക്ക് ലക്ഷ്മിയെ തനിച്ചാക്കി നിർത്താൻ കഴിയില്ല. ഇത് സാധ്യമല്ല. അപ്പോൾ രാവണനെ പോലെ നമ്മളും ആയിത്തീരുകയാണ്. എന്താണ്? നാരായണന്റെ ലക്ഷ്മിയെ മാത്രം നമ്മൾ പൂജിക്കുന്നു. രാമനെ കൂടാതെ സീതയെ നിലനിർത്താൻ രാവണൻ ആഗ്രഹിച്ചു. അതിനാൽ രാവണൻ തന്റെ മുഴുവൻ കുടുംബത്തെയും നശിപ്പിച്ചു. ആരുടെ? രാവണന്റെ ഫുൾ, അല്ലെ, മുഴുവൻ കുടുംബത്തെയും ഈ ഒരൊറ്റ ചിന്ത കൊണ്ട് നശിപ്പിച്ചു. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ അപഹൃത ജ്ഞാന ആസുരം ഭാവമാശ്രിതം. ഒരാൾ കൃഷ്ണന് കീഴടങ്ങാതെ ആത്മാവ് കാണുമ്പോൾ അവൻ മായാബഹൃത ജ്ഞാനം. ദുഷ്കൃതിന സദാ പാപിയായ അവൻ പാപിയായതിനാൽ അവന് കൃഷ്ണന് കീഴടങ്ങാൻ കഴിയില്ല, അല്ലെ? ഞാൻ എന്തിന് കൃഷ്ണന് കീഴടങ്ങണം? എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനും ഒരു ഈശ്വരനല്ലേ എന്നുള്ളതാണ് അവരുടെയൊക്കെ ചിന്ത. നമാം ദുഷ്കൃതിനോ മൂഢ, അല്ലേ? മറ്റൊരു വർഗം മൂഢന്മാർ, തെമ്മാടികൾ, യാതൊരു അറിവുമില്ലാതെ, അല്ലെ? അവർക്ക് ഭഗവാനെ കൃഷ്ണനെ കീഴടങ്ങാൻ പറ്റില്ല. നമാം ദുഷ്കൃതിനോ മൂഢ നരാധമ. കൂടാതെ മനുഷ്യരാശിയിലെ ഏറ്റവും താഴ്ന്നതും നരാധമൻ. എന്തുകൊണ്ടാണ് മനുഷ്യരാശിയിൽ ഏറ്റവും താഴ്ന്നത്? കാരണം ഈ മനുഷ്യൻ ശരീരം അത് നായയുടെ ശരീരമാണോ? അല്ല. പക്ഷെ അല്ലേ, നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ മനുഷ്യ ശരീരം. അഥതോ ബ്രഹ്മജിജ്ഞാസ. നമുക്ക് എന്തിനാ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്? ബ്രഹ്മജിജ്ഞാസ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും പൂച്ചയും പട്ടിയും പോലെ കൊള്ളയടിക്കാനും. അതിനാൽ ഭഗവാനെ, കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള അവസരം അവൻ ഉപയോഗിക്കുന്നില്ല. മനുഷ്യ ശരീരം കിട്ടി. അതുകൊണ്ട് നരാധമ, അല്ലെ? നരാധമൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനെ അവരെല്ലാവരും തന്നെ ആരാണ്? നരാധമന്മാരും നരാധമികളുമാണ്. അധമ, അല്ലെ? എന്നാൽ ഏറ്റവും താഴ്ന്നത് എന്നാണ്. ഒന്നാം തരം മനുഷ്യൻ ശരിയായ നേട്ടത്തിനായി ജീവിതം വിനിയോഗിക്കുന്നു. അപ്പോ ഒന്നാം തരം മനുഷ്യരാരാണ്? വൈഷ്ണവരാണ്. എന്തുകൊണ്ടാണ്? കാരണം അവര് ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നു. അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ നാമം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവര് അവരെ വൈഷ്ണവരെന്ന് വിളിക്കുന്നത്. ദശലക്ഷക്കണക്കിന് രൂപ കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തുക, അതാണ് ബുദ്ധി. ഒരു ബിസിനസ് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ട് ദശലക്ഷങ്ങൾ മുതൽ 10 മടങ്ങ് ദശലക്ഷങ്ങൾ വരെ ഉണ്ടാക്കുക, അതാണ്. അതുപോലെ ഈ മനുഷ്യ ശരീരം ഇതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സർവദാ പദം
ബ്രഹ്മം എന്നാൽ ഏറ്റവും വലിയത്. അതിനാൽ ഏറ്റവും വലിയ അർത്ഥം പരിമിതം. നാം പരിമിതരാണ്. നമ്മുടെ കൈകളും കാലുകളും പരിമിതമാണ്, അല്ലെ? നമുക്ക് ഒരു ഒരു ഒരാൾ വരെ നമുക്ക് അത് നീട്ടാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ, ഭഗവത്ഗീതയിൽ ഭഗവാനെ കൃഷ്ണനെ പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? അർജുനൻ ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ 10-ാം അധ്യായത്തിൽ അദ്ദേഹം കൃഷ്ണനെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ, അങ്ങ് ആരാണ്? പരംബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മിയെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ ഈ ശരീരമല്ല, ദ്രവ്യമാണ്, അല്ലെ? ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് അവൻ ബ്രഹ്മമാണെന്ന് ആർക്കും മനസ്സിലാക്കും. ആത്മാവ് ബ്രഹ്മമാണ്, പരബ്രഹ്മമല്ല. പരബ്രഹ്മം ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ്. നാം ബ്രഹ്മമാണ്, എന്നാൽ പരംബ്രഹ്മത്തിന്റെ ഭാഗവും, അല്ലെ, പാർട്ട് ആൻഡ് പാർസലാണ്. മമേ വാംശോ ജീവഭൂത, അല്ലെ, സനാതന എന്ന് ഭഗവാൻ പറഞ്ഞു. പരം ബ്രഹ്മന്റെ ഭാഗവും, അല്ലെ, പാർട്ട് ആൻഡ് പാർസലാണ്. അതുകൊണ്ടാണ് നാം ബ്രഹ്മമാണ്. അതിനാൽ സ്വർണത്തിന്റെ ഒരു ഭാഗം കണികയും എന്താണ്? സ്വർണ്ണമാണ്. ഒരു വലിയൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഇരിക്കുന്നു, അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് പൊട്ടിച്ചെടുത്താൽ അത് സ്വർണം തന്നെയല്ല. സമുദ്രജലത്തിന്റെ ഒരു കണികയും കടൽ ജലം, ഉപ്പുവെള്ളം, അല്ലെ, ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏകത്വം, അല്ലെ? ഒരു കയ്യില് കുറച്ച് ഒരു കുമ്പിൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും എന്താണ്? ഉപ്പ് രസം ഉണ്ടാവും. ആ കടലിലുള്ള ആ ജലത്തിന്റെ എല്ലാ എന്താണ് കെമിക്കൽസും ഇതിനകത്തുണ്ടാവും, എല്ലാ കെമിസ്ട്രി ഇതിനകത്തുണ്ടാവും, അല്ലെ? ഒരു തുള്ളി സമുദ്രജലവും മുഴുവൻ കടൽ ജലവും ഗുണനിലവാരത്തിൽ അവ ഒന്നാണ്. ഒരു തുള്ളി കടൽ വെള്ളത്തിന്റെ രുചിയും ഉപ്പുള്ളതിനാൽ മുഴുവൻ വെള്ളവും ഉപ്പിട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ നാം സ്വയം മനസ്സിലാക്കിയാൽ പരംബ്രഹ്മത്തെ മനസ്സിലാക്കാം. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. വ്യത്യാസം പരംബ്രഹ്മമാണ്, ഏറ്റവും വലുത്. നാം ഏറ്റവും ചെറുതാണ്. ഭഗവാൻ വിഭുവാണ്, നാം അണുവാണ്. എന്നാൽ മായ വളരെ ശക്തമാണ്. കാരണം നമ്മൾ ഗുണപരമായി ഒന്നായതിനാൽ നമ്മൾ പരമബ്രഹ്മമാണെന്ന് കരുതുന്നു. ഇത് മറ്റൊരു അസംബന്ധമാണ്. കാരണം ഞാൻ ഉപ്പുവെള്ളമാണ്, അതിനാൽ ഞാൻ കടൽ ജലമാണ്, അല്ലെ, എന്ന് പറയാൻ പറ്റുമോ? അത് യുക്തിയല്ല. ഒരു ഭാവം മൊത്തത്തിൽ തുല്യമാകാൻ കഴിയും, അല്ലെ? ഒരു ചെറിയൊരു ഭാഗം മാത്രം മൊത്തത്തിൽ, ഒരു കയ്യിലിരിക്കുന്ന വെള്ളം സമുദ്രജലത്തിന് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? മുഴുവൻ ജലമുണ്ട്, അല്ലെ? അതിങ്ങനെ പറന്ന് കിടക്കുക. അതിനാൽ ഇവിടെ ജ്ഞാനം എന്നാൽ പരബ്രഹ്മത്തെ മനസ്സിലാക്കാനാണ് അർത്ഥമാക്കുന്നത്. സർവദാ പാണിപദം, അല്ലെ, എന്നാണ് നമ്മുടെ ശ്ലോകം പറയുന്നത്. എന്നാൽ കൈകളും പാദങ്ങളും കാലുകളും എല്ലായിടത്തും ഉണ്ട്. അതെങ്ങനെ സാധ്യമാകും? അത് അറിവാണ്. നാം കൃഷ്ണന്റെ അംശങ്ങളും ഭാഗങ്ങളുമായതിനാൽ നമുക്ക് കൈകളും കാലുകളും ലഭിച്ചു. അതിനാൽ കൃഷ്ണൻ എല്ലായിടത്തും കൈകളും കാലുകളും ലഭിച്ചു. എന്നാൽ നമ്മുടെ കൈകളും കാലുകളും ഇപ്പോൾ മറ്റൊരു തരത്തിലാണ്. അത് കൃഷ്ണനുള്ളതല്ല. അതിനെയാണ് മിഥ്യാധാരണ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കൈകളും കാലുകളും കൃഷ്ണന്റേതാണ്. എന്റെ കൈകൾ ഇത് എന്റെ, അല്ലെ, കൈയല്ല, ഇതെല്ലാം ഭഗവാന്റെ കൈയാണ്. എന്റെ കാൽ ഇത് ഭഗവാന്റെ കാലാണ്. അത് നാം തിരിച്ചറിയണം. ഭഗവാൻ തന്നതാണ്, അല്ലെ? ഭഗവാന്റെ മേഴ്സി കൊണ്ട് നമുക്ക് തന്നതാണ്. അതാണ് ജ്ഞേയം. ഈ കൈകളുടെയും കാലുകളുടെയും ഉടമസ്ഥൻ നിങ്ങളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, അല്ലെ? അതിനാൽ ഭഗവാന്റെ മറ്റൊരു പേര് ഋഷികേശ എന്നാണ്. ഋഷിക എന്നാൽ ഇന്ദ്രിയങ്ങൾ, ഈശ എന്നാൽ യജമാനൻ, ഈശ്വരൻ. ഋഷികേശ എന്ന് പറഞ്ഞാൽ അതിനാൽ ഭഗവാന്റെ മറ്റൊരു പേര് ഋഷികേശ എന്നാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ ഋഷികേശൻ, അധിപൻ. എന്നാൽ ഇന്ദ്രിയങ്ങളുടെ അധിപൻ കയ്യും കാലും കിട്ടി, വായ കിട്ടി, നാവുണ്ട് നമുക്ക്, അല്ലെ? കിട്ടിയതല്ല, അത് വളരെ ശരിയാണ്, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കൈകൾ, കാലുകൾ, നാവ്, കണ്ണുകൾ, ചെവികൾ എല്ലാം കൃഷ്ണന്റേതാണ് എന്ന് മനസ്സിലാക്കും, അല്ലെ? അതാണ് യഥാർത്ഥ അറിവ്. അതുകൊണ്ട് ഭക്തി എന്നാൽ ഇത് എന്റെ കാലാണ്, എന്റെ തലയാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് മോചനം നേടുക എന്നതാണ്, അല്ലെ? ഇപ്പോ വിതുരരുടെ വീട്ടിലേക്ക് ഭഗവാൻ കയറാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്, ഇത് ആരുടെ കൊട്ടാരമാണ്? അപ്പോ വിതുരർ പറഞ്ഞു, ഇത് അങ്ങയുടെ കൊട്ടാരമാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ആണെന്നാണ് പറഞ്ഞത്, അല്ലെ? അതുകൊണ്ടാണ് ഭഗവാൻ ഒറ്റ ഓട്ടം അകത്തോട്ട് കയറി, അല്ലെ? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയും? ഇത് എന്റെ വീടാണ് എന്ന് പറയും. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം. നാം ശുദ്ധീകരിക്കപ്പെടും. ഇത് കൃഷ്ണന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ഭാഗമാണ്, പാർട്ട് ആൻഡ് പാർസൽ ആണ്. അതാണ് വേണ്ടത്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം. നിർമ്മലം എന്ന ഇതാണ് മുക്തി. ഇത്രയും കാലം നമ്മൾ ഭൗതികമായി ബന്ധപ്പെട്ടിരുന്നു, അല്ലെ? മലം എന്നാൽ വൃത്തികെട്ട വസ്തുക്കൾ എന്നാണ് അർത്ഥം. എന്നാൽ വൃത്തികെട്ടവയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അർജുനനെ പോലെ, അല്ലെ? എന്റെ കൈ, എന്റെ കാല് ഇത് എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് അർജുനൻ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊല്ലാൻ മടിക്കുന്നു. ഈ കൈ എന്റെ കുടുംബത്തിൻ്റെതാണ്,
എന്റെ ബന്ധുക്കളുടേതാണ്, എന്റെ രാജ്യത്തിൻ്റെതാണ്, എന്റെ സമൂഹത്തിൻ്റെതാണ്. ഈ കൈകളും കാലുകളും ഞാൻ എങ്ങനെ അവർക്കെതിരെ ഉപയോഗിക്കും? കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നാണ് അർജുനൻ പറഞ്ഞു, അല്ലെ? ഇത് അറിവില്ലായ്മയാണ്. എന്റെ കൈകളും കാലുകളും ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കണം, അല്ലെ? അപ്പോ അർജുനൻ മനസ്സിലാക്കിയപ്പോൾ കൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം അവൻ മനസ്സിലാക്കി, അല്ലെ? അപ്പോ പറഞ്ഞു, കൈകളും കാലുകളും എന്റെ കുടുംബത്തിൻ്റെതാണെന്ന് ഞാൻ കരുതി. ഇല്ല, ഇത് ഭഗവാൻ കൃഷ്ണന്റേതാണ്. ഇത് ഉപയോഗിക്കണം, കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കണം. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അല്ലെ? അപ്പൊ എന്ത് പറഞ്ഞു? കരിഷ്യേ വചനം തവ, അല്ലെ? ഇതെല്ലാം ഭഗവാൻ തന്നതാണ്, അല്ലെ? ഞാൻ ഇതെല്ലാം ഭഗവാന് വേണ്ടി അടിയറ വയ്ക്കുന്നു. ഭഗവാൻ എന്താണോ പറയുന്നത്, കരിഷ്യേ വചനം തവ, അതുപോലെ ഞാൻ അനുസരിച്ചു കൊള്ളാം. അപ്പോൾ ഈ തന്നതൊക്കെ എന്ത് ചെയ്യണം? ഞാൻ ഭഗവാന്റെ എന്താണ് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കണം, ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഭഗവാൻ സർവ്വവ്യാപിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം, നമ്മൾ കാണുന്നതെല്ലാം ആരുടെയാണ്? ഭഗവാന്റേതാണ്. എല്ലാം കൃഷ്ണന്റേതാണ്, അല്ലെ? എല്ലാം, ഈ സൂര്യനാണെങ്കിൽ ചന്ദ്രനാണെങ്കിൽ എല്ലാം ഭഗവാന്റെ ഊർജ്ജങ്ങളാണ്, അല്ലെ? സൂര്യൻ സർവ്വവ്യാപിയായിരിക്കുന്നത് പോലെ അതെങ്ങനെയാണ് സർവ്വവ്യാപിയായിരിക്കുന്നത്? വെളിച്ചവും ചൂടും കൊണ്ട്. പ്രകാശവും ചൂടും എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. നമ്മളിപ്പോ ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, അവിടെ നമ്മളിവിടെ കാണുന്നത് അതേ സൂര്യനെ കാണാൻ പറ്റും. ആ സൂര്യൻ അവിടെയും നല്ല ചൂടും കൊടുക്കുന്നുണ്ട്, വെളിച്ചം കൊടുക്കുന്നുണ്ട്, അല്ലെ? രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സൂര്യവും അല്ലെ ചൂടും വെളിച്ചവും കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പോ സർവ്വവ്യാപിയാണ് സൂര്യനെ പോലെ. സൂര്യൻ പ്രാദേശികവൽക്കരിക്കപ്പെട്ടതെങ്കിലും സൂര്യൻ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു. അത് എങ്ങനെയാണ് സർവ്വവ്യാപിയായിരിക്കുന്നത്? കാരണം അത് പ്രപഞ്ചത്തിലുടനീളം താപവും വെളിച്ചവും നൽകുന്നു. അതുകൊണ്ട് അത് സർവ്വവ്യാപിയാണ്. പിന്നെ എന്താണ് ചൂടും വെളിച്ചവും? സൂര്യന്റെ ഊർജ്ജം. അതുപോലെ യഥാർത്ഥ സൂര്യൻ കൃഷ്ണനാണ്. ഭഗവാന് രണ്ട് ഊർജ്ജങ്ങളുണ്ട്, ഭൗതിക ഊർജ്ജവും ആത്മീയ ഊർജ്ജവും. അതിനാൽ എല്ലാം കൃഷ്ണന്റേതാണ്. പരസ്യം ബ്രഹ്മണ ശക്തി സർവേദം അഖിലം ജഗത്, അല്ലെ? വിഷ്ണു പുരാണം പറയുന്നത്. സർവം ഖൽ ഇതം, എല്ലാം കൃഷ്ണന്റെ ശക്തികളുടെ പ്രകടനമായതിനാൽ എല്ലാം കൃഷ്ണന്റേതാണ്. നാം മനസ്സിലാക്കുമ്പോൾ അതാണ് സാക്ഷാത്കാരം, അല്ലെ? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇതെല്ലാം ഭഗവാന്റേതാണ്. നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെടുത്താലും അതെല്ലാം ഭഗവാന്റേതാണ്, അല്ലെ? എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടാണ്. അതാണ് സാക്ഷാത്കാരം. ഈ ഭൗതിക ലോകം മുഴുവൻ, അല്ലെ, അതെന്താണ്? അത് സൂര്യന്റെ ഊർജത്തിന്റെ വികാസം മാത്രമാണ്, ചൂടും വെളിച്ചവും. ശാസ്ത്രജ്ഞർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഭൗതിക ശാസ്ത്രം, ചൂട് വെളിച്ചം, അതുപോലെ മുഴുവൻ സൃഷ്ടിയും, അതായത് ഭഗവാന്റെ ഊർജം, ചൂട് പ്രകാശം, ഭൗതിക ഊർജം, ആത്മീയ ഊർജം, ഭൂമി റബോ നലോ വായു, അല്ലെ? മുഖം മനോ ബുദ്ധി ഏവച ഭിന്നമേ പ്രകൃതി അഷ്ടാദ, അല്ലെ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ രേയം ഇതസ്തു വിദ്ധിമേ പ്രകൃതിയും പരം ജീവഭൂതം മഹാബാഹോ യേദം ധാര്യതേചക. അതാണ് ശ്രേഷ്ഠമായ ഊർജം, ജീവാത്മാവ്. അതിനാൽ നമ്മൾ ജീവനുള്ള അസ്തിത്വമാണ്. നാം കൃഷ്ണന്റെ ഉയർന്ന ഊർജം. എന്നാൽ ഈ ഭൗതിക ആവരണം കാരണം നാം താഴ്ന്നവരായിത്തീരുന്നു. പക്ഷെ നാം താഴ്ന്നവരല്ല, നാം ഉയർന്ന ഊർജമാണ്. നാം കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, മുക്തി എന്നാൽ ഹിത്വ അന്യഥ രൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അതാണ് മുക്തി. മുക്തി എന്നാൽ നമുക്ക് ഇപ്പോൾ രണ്ട് കൈകൾ ലഭിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. അത് കൃഷ്ണന്റെ സേവനത്തിനായി വിനിയോഗിക്കണം. എന്റെ കൈകൾ കൃഷ്ണന്റെ സേവനത്തിനായി ഏർപ്പെടണം, എന്റെ കൈകൾ ശുദ്ധീകരണത്തിനായി ഏർപ്പെടണം, അല്ലെ? ഈ ക്ഷേത്രം കൃഷ്ണന്റെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് എന്റെ കൈകൾ ഏർപ്പെടണം. ഈ രീതിയിൽ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കൃഷ്ണന് വേണ്ടി, അല്ലെ, എഴുതാൻ എന്റെ കൈകൾ ഉപയോഗിക്കണം. കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോകാൻ എന്റെ കാലുകൾ ഉപയോഗിക്കണം, അല്ലെ? കൃഷ്ണന്റെ സൗന്ദര്യം കാണാൻ എന്റെ കണ്ണുകൾ ഉപയോഗിക്കണം. കൃഷ്ണന്റെ മഹത്വം ശ്രവിക്കാൻ എന്റെ കാതുകൾ ഉപയോഗിക്കണം. കൃഷ്ണന്റെ വിശുദ്ധ നാമം ജപിക്കാൻ നാവ് ഉപയോഗിക്കണം, അല്ലെ? അതാണ് മുക്തി എന്ന് പറയുന്നത്, അല്ലെ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല, വളരെ സാധാരണമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ മനഃപൂർവ്വം പ്രഭുപാദ് പറയുന്നുണ്ട്, അല്ലെ? നമ്മൾ മനഃപൂർവ്വം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് മുക്തി നേടാൻ പറ്റും, അല്ലെ? അതേ സമയത്ത് ചില ആൾക്കാര് 100 വർഷം എടുത്താലും ചിലപ്പോൾ മുക്തി കിട്ടിയില്ലെന്ന് വരും, ചിലപ്പോ 100 ജന്മങ്ങൾ എടുത്താലും മുക്തി കിട്ടിയില്ലെന്ന് വരും. അപ്പൊ അതാണ് അതിന്റെ എന്താണ് പ്രത്യേകത. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, മാം ഏകം ശരണം വ്രജ, അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഇതാണ് മുക്തി, അല്ലെ? മോക്ഷയിഷ്യാമി. അതിനാൽ കൃഷ്ണൻ നമുക്ക് ഈ മുക്തി വാഗ്ദാനം ചെയ്യുന്നു. മുക്തി പരേശാനുഭാവോ വിരക്തിർ അന്യത്ര സ്യാത്.
വിരക്തേർ അന്യത്രസ്യ. ഈ കൈകളും കാലുകളും കൃഷ്ണന്റേതാണ്, അതിനാൽ ഞാൻ അവ ദുരുപയോഗം ചെയ്യുന്നു. ഇത്രയും കാലം ഞാൻ അവ ദുരുപയോഗം ചെയ്തു. എന്റെ വ്യക്തിപരമായ ഇന്ദ്രിയ സംതൃപ്തി അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രീതിക്കായി ഞാൻ ഉപയോഗിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ വാക്യത്തിന്റെ മറ്റൊരർത്ഥം സർവദാ പാണിപദം. ഭഗവാന്റെ കാലുകളും കൈകളും കണ്ണുകളും ശിരസ്സും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ എങ്ങനെ വ്യക്തിത്വം ഇല്ലാതാവാനാകുന്നു, അല്ലെ? ശൂന്യനാകും. ഭഗവത്ഗീതയിൽ നിന്ന് ഈ സങ്കല്പം ഇവിടെ നിന്നാണ് വരുന്നത്. ദൈവം വ്യക്തിത്വമില്ലാത്തവനാണ്, ഒരു രൂപവുമില്ല എന്ന് ദുഷ്ടന്മാർ പറയും. അതെങ്ങനെ സാധ്യമാകും? കൈയും കാലും തലയും ചെവിയും ഉണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെ രൂപരഹിതനായി? ഭഗവാൻ രൂപമില്ലാത്തവനല്ല. എന്നാൽ വ്യത്യാസം, ഭഗവാന്റെ രൂപം നമ്മുടെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ കൈകളും കാലുകളും പരിമിതമാണ്. എന്നാൽ ഭഗവാന് കൈകളും കാലുകളും ലഭിച്ചു. അത് പരിമിതമല്ല, അത് പരിധിയില്ലാത്തതാണ്, അല്ലെ? അതാണ് വ്യത്യാസം. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, അല്ലെ? സാക്ഷി ഗോപാലിന്റെ കഥ നമുക്കറിയാമല്ലോ, അല്ലെ? അപ്പൊ സാക്ഷി ഗോപാൽജിയോട് ആ ബ്രാഹ്മണൻ പോയി പറയാണ്, അങ്ങ് വന്നിട്ട് എനിക്ക് സാക്ഷി പറയണം. ഉം ശരി, അപ്പൊ ഞാൻ വരാന്ന് പറയും. അപ്പോ എന്നിട്ട് ബ്രാഹ്മണന് വിശ്വാസമില്ല. അതെങ്ങനെ? അങ്ങ് ഒരു കല്ലായിട്ട് ഇവിടെ നിൽക്കുമല്ലോ, പിന്നെ എങ്ങനെ വരും? അപ്പോ ഭഗവാൻ പറഞ്ഞു, എടാ പൊട്ട, നീ പറഞ്ഞതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നടക്കാനും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം നടന്നു വന്നത് പുറകെ, അല്ലേ? എന്ത് രസമുള്ള കഥയാണത്. അല്ലെ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം കൃഷ്ണ, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഇവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഗോലോക വൃന്ദാവനത്തിലാണ്. ഭഗവാൻ എങ്ങനെ അത് സ്വീകരിക്കും? അതാണ് ഇവിടെ ഉത്തരം. ആ സർവത പാണിപദം, അതാണ് വേദോപദേശം. വാണിപാദം, അല്ലെ? ജീവനഗ്രഹിത. സമ്പൂർണ്ണ ബ്രഹ്മത്തിന് കൈയും കാലുമില്ല, പക്ഷെ ഭഗവാനെ എന്ത് സ്വീകരിക്കാൻ കഴിയും? ഭഗവാൻ എല്ലായിടത്തും നടക്കാൻ കഴിയും, ഭഗവാൻ എല്ലാം കാണാൻ കഴിയും. അതായത് നമ്മൾ ഇവിടെ പാകം ചെയ്ത് ഓഫർ ചെയ്യുന്ന ഭഗവാന്റെ ഭോഗം ഭഗവാൻ ആ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അവിടെ ഇരുന്നിട്ട് ഇവിടെ നമ്മൾ പാകം ചെയ്യുന്നത് അദ്ദേഹം ഭക്ഷിക്കും, പൂജിക്കും, അല്ലെ? അദ്ദേഹം അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഏത് അംഗം കൊണ്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റും. കണ്ണുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും, അല്ലെ? ചെവി കൊണ്ടൊന്ന് കൂർത്ത് നോക്കിയാൽ മതി, അവർക്ക് എടുക്കാൻ പറ്റും, അല്ലെ? ഒന്ന് മണപ്പിച്ചാൽ മതി, അദ്ദേഹത്തിന് അത് എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഭഗവാന് എല്ലാ അവയവങ്ങളും കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഭഗവാന് അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, അല്ലെ? ഇതൊക്കെയാണ് ഭഗവാന്റെ വിശേഷണം. സർവവ്യാപി, എല്ലായിടത്തുമുണ്ട്, അല്ലെ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നു. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തികളും സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനം അപോഹം അല്ലെ? ഇതാണ് അറിവ്. കൃഷ്ണനെ രൂപരഹിതനാക്കാനല്ല. അവജാനന്തി മാം മൂഢ മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദം. കാരണം അയാൾക്ക് പരംഭാവം അറിയില്ല. ഇതാണ് പരംഭാവം. കൃഷ്ണൻ രൂപമുണ്ട്, എന്നാൽ നമ്മെ പോലെയല്ല ആ രൂപം, അല്ലെ? അതാണ് പരംഭാവം. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ്, അല്ലെ? എവിടെ ഓഫർ ചെയ്താലും ഭഗവാന് അത് സ്വീകരിക്കാൻ സാധിക്കും, അല്ലെ? തദഹം ഭക്തി ഉപഹൃതം അശ്നാമി. അത് ഭഗവാൻ എടുക്കുന്ന പറയുന്നത്, അല്ലെ? ഭഗവാൻ അത് നിങ്ങൾ എന്ത് കൊടുത്താലും ഭഗവാൻ അത് എടുത്തോളാം ഭഗവാൻ പറയണം. അപ്പൊ ഇതൊക്കെയാണ് വേദനിർദ്ദേശങ്ങൾ. നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മനസ്സോടുകൂടി, വിതുരരുടെ ഭാര്യ എങ്ങനെയാണോ പഴത്തൊല്ലി കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചത്, ആനന്ദിപ്പിച്ചത്, സംതൃപ്തിപ്പെടുത്തിയത്, അതുപോലെ ആയിരിക്കണം, അല്ലെ? നമ്മള് ആ ഭക്തിയോടുകൂടി നമ്മൾ കൊടുക്കാൻ എന്നും പറഞ്ഞ് പഴത്തൊല്ലി കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അല്ലെ? നമ്മൾ എന്ത് കൊടുത്താലും എന്ത് ചെയ്യണം? ആ ഭക്തിയാണ് ഭഗവാൻ നോക്കുന്നത്. ആ ഭക്തിയോടുകൂടി നമ്മൾ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിച്ചുകൊള്ളും, അല്ലെ? ഭഗവാന് കൊടുക്കാൻ പറ്റുന്നത് പത്രം പുഷ്പം ഫലം തോയും, അത് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഭഗവാന് ഓഫർ ചെയ്യാനായിട്ട്. മറ്റൊന്നും ഓഫർ ചെയ്യാൻ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല, അല്ലെ? അപ്പൊ ഭഗവാൻ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുക. നമ്മൾ എവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ആണെങ്കിലും അബുദാബിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും ഭഗവാൻ അത് സ്വീകരിച്ചുകൊള്ളും. നമ്മള് ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അത് കല്ലാണ്, അത് വെങ്കലമാണ്, ഗ്ലാസ് ആണ്, തടിയാണ് വിചാരിക്കാൻ പാടില്ല, അല്ലെ? അത് എന്തുകൊണ്ട് എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത്
ആരാധന അർഹമാണ് എന്ന് ശാസ്ത്രം പറയുന്നത്, അല്ലേ? കാരണം മരത്തിൽ ഭഗവാനുണ്ട്. ഭഗവാൻ സർവശക്തനാണെങ്കിൽ, സർവ സർവ്വവ്യാപിയാണെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ ഭഗവാൻ ഏത് രൂപവും ഭഗവാന് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത്. നമ്മൾ അല്ലേ, നമ്മളതിൽ ഭഗവാനെയാണ് കാണേണ്ടത്. ഒരു ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി ആ വിഗ്രഹം നോക്കുമ്പോൾ വിചാരിക്കരുത്, "ഓ, ഇതൊരു വെങ്കലമല്ലേ, അല്ലേ, ഏതോ ലോഹം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ" എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇതൊരു തടി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ വിചാരിക്കാൻ പാടില്ല. ഇത് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് വിചാരിക്കാൻ പാടില്ല. മാർബിൾ കൊണ്ടുണ്ടാക്കിയതല്ലേ വിചാരിക്കാൻ പാടില്ല, അല്ലേ? അതിനകത്ത് ആരുണ്ട്? ഭഗവാനുണ്ട്. ഭഗവാന്റെ ചേതനയുണ്ട്, ഭഗവാന്റെ ശക്തിയുണ്ട്, ഭഗവാന്റെ ജീവനുണ്ട്, അല്ലേ? അപ്പോ അങ്ങനെ ഒരു ആളിനെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ രൂപം കാണുമ്പോൾ, നമ്മൾ ആ വിശ്വാസത്തോടു കൂടി വേണം, ആ ചിന്തയോടു കൂടി വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ. അല്ലാതെ വെറുതെ അവിടെ പോയി തൊഴിലിട്ട് ഒരു കഥയുമില്ല. വി ഷുഡ് ഹാവ് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലേ? കാരണം നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയോട് സംസാരിക്കുന്നത് പോലെ വേണം നമ്മൾ ഭഗവാനോട് സംസാരിക്കാനായിട്ട്. നമ്മൾ അച്ഛനോടും അമ്മയോടും മക്കളോടും ബന്ധുക്കളോടൊക്കെ സംസാരിക്കും അതുപോലെ, അല്ലേ? വളരെ ക്ലോസ് ആയിട്ട് ഭഗവാനടുത്ത് ആ ക്ലോസ്നെസ് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഭഗവാനടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ പ്രതികരിക്കും, അല്ലേ? നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് തരും. നമുക്ക് എന്താ വേണ്ടത് അദ്ദേഹം തീർച്ചയായിട്ടും തരും. അതിന് സംശയം വേണ്ട. നമുക്കത് മനസ്സിലാക്കിയിരിക്കും, നമ്മളത് മനസ്സിലാവും. അപ്പൊ വളരെ സിമ്പിളാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമം ജപിക്കുക, ഈ സത്സംഗത്തിൽ നിൽക്കുക, പ്രസാദം ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദം മാത്രം കഴിക്കുക, അല്ലേ? ഏകാദശി വ്രതങ്ങൾ എടുക്കുക, ഉം. 4 യമനിയമങ്ങൾ പാലിക്കുക. കഴിഞ്ഞു. നമ്മള് മോക്ഷ മോക്ഷം കിട്ടി നമ്മൾ എവിടെ പോകും? നമ്മള് തിരിച്ച് ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണം. കഴിഞ്ഞു, നമ്മൾ എത്തിക്കഴിഞ്ഞു അവിടെ. ഇത്രയും മാത്രം, വളരെ നിസ്സാരമായിട്ട്, വളരെ എന്താണ്, പെട്ടെന്ന് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമുക്ക് ശാസ്ത്രങ്ങൾ നമുക്ക് ഉപദേശിച്ചത്. ഈ കലിയുഗത്തിൽ അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ ഡിഗ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ. ഒരു വൈഷ്ണവനെ പോലെ ചിന്തിക്കുക, ഒരു സുരനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവിക ഗുണങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മൾ ഇന്നത്തെ ശ്ലോകം പറയും. ആ ദൈവിക ഗുണങ്ങൾ കൾച്ചർ അല്ലെങ്കിൽ ഡെവലപ്പ് ആയിട്ട് ശ്രമിക്കുക, അല്ലെ? എപ്പോഴും സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര വിളിച്ചാലും നമുക്ക് മതിയാവില്ല. മതിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾ അത്രയും കാലം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഈ ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതിന്റെ നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ട, ഓവർകം ചെയ്യേണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മൾ സദാ ഹരിയായിട്ടിരിക്കാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ കൃഷ്ണ വിളിച്ചുകൊണ്ടിരിക്കണം. എന്ത് വന്നാലും കൃഷ്ണ എന്ന് വിളിക്കണം. ഒരു വിഷമം വന്നാലും സന്തോഷം വന്നാലും കൃഷ്ണ എന്ന് വിളിക്കണം. സന്തോഷത്തിൽ നമ്മൾ ഭഗവാൻ മറക്കാൻ പാടില്ല. ഇത്രയും തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിഷമം തരുമ്പോൾ ഭഗവാനെ, എന്റെ എന്താണ് കർമ്മങ്ങൾ അത്രയും തീർക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ എനിക്ക് തരുന്നത് എന്ന് വിചാരിക്കും, അല്ലേ? അപ്പൊ നമ്മള് സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണെന്നെങ്കിൽ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. പ്രഭുജി, ഇന്നലെ 2 ദിവസം മുമ്പേ എൻ്റെ ഫാദർ നമ്മൾ ഇവിടുന്ന് വിട്ടുപോയി. അപ്പോൾ ഇന്നലെ ആയിരുന്നാലും കർമ്മമൊക്കെ. അപ്പം നമ്മളിനി അത് പ്രസാദം നമുക്കെങ്ങനെ അവിടെ നമുക്ക് നിവേദിക്കാനൊക്കെ അതെങ്ങനെ ആയിരിക്കും? അപ്പം ഭഗവാൻ ഓഫർ ചെയ്യുന്ന കാര്യമാണോ ചോദിക്കുന്നത്? അതെ അതെ, അത് ചെയ്യാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ട് ഓഫർ ചെയ്തോളൂ. നമ്മുടെ സഞ്ചയനം കഴിഞ്ഞോ? പിന്നെ അതുവരെ ചെയ്യണ്ട അല്ലേ? അതുവരെ വേണം. അതുവരെ നമ്മൾ ചെയ്യാറുണ്ട്. ശരി. കാരണം പൂജാമുറി പ്രത്യേകമല്ലേ, അതിനകത്ത് നമ്മൾ അതെ. കയറുന്നത്. പക്ഷെ നമ്മൾ നാമം പറയാം. നാമം പറയാതിരിക്കരുത്. എല്ലാവരുമായിട്ട് മലയിൽ തന്നെ ജപിക്കാം. മലയിൽ തന്നെ ജപിക്കാം. നാമം പറയുക, ഭഗവത്ഗീത വായിക്കാം. അത് രണ്ടും ചെയ്യുന്നുണ്ട് പ്രഭുജി. യെസ്, അതാണ് നമുക്ക് ഈ നമ്മൾ വിട്ടുപോയ ആത്മാവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ അത് മരിച്ചവരൊക്കെ അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഉപയോഗം. അതത്ര 16 രാത്രിയാണ്? അതെ അതെ, 16 വരെ.